എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ തന്നെ ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണ്ട കോളേജുകൾ ഓപ്ഷനായിട്ട് നൽകാവുന്നതാണ്. നിലവിൽ വേക്കൻസിയുള്ള കോളേജുകളുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ വേക്കൻ്റുള്ള സീറ്റുകളാണ് പ്രസിദ്ധീകരിച്ചത്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് സാധിക്കില്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത ശേഷവും അലോട്ട്മെൻ്റ് ഒന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വേക്കൻസി ഫോർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എത്ര വേക്കൻസിയാണ് ഓരോ കോളേജിലും ഉള്ളത്, ഏത് കോഴ്സിലാണ് ആ ഒരു വേക്കൻസി നിലവിൽ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വേക്കൻസി അതായത് ഫൈനലായിട്ടുള്ള വേക്കൻസി അല്ല, അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസിക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഏതൊക്കെ കോളേജുകളാണോ താല്പര്യം ആ ഒരു കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജാണ്, അതായത് ഒരു ഗവൺമെൻറ് കോളേജല്ല, പല ഗവൺമെൻറ് കോളേജ് ഉണ്ട്. ഓരോ കോഴ്സ് അനുസരിച്ചും ഗവൺമെൻറ് കോളേജിൽ വേക്കൻസി കുറവാണ്. അതായത് ആകെ 2 കോഴ്സുകൾക്കാണ് ഗവൺമെൻറ് കോളേജിൽ വേക്കൻസി ഉള്ളത്. അതായത് ഒന്ന് ഡിപ്ലോമ ഇൻ ദന്തൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻറ്റ്, അതിനാണ് അതായത് കോഴിക്കോട് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഓരോ വീതം സീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ളത്. ബാക്കി കോഴ്സുകൾക്ക് നിലവിൽ വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകൾ ഇല്ല. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ കണ്ണൂർ ജില്ലയിലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസസിൽ ഒരു സീറ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ആ ഒരു കോളേജിൽ വരുന്ന റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിലുള്ള വേക്കൻസി വരുന്നത്. അപ്പോൾ ഇതിൽ വേരിയേഷൻ വന്നേക്കാം. അപ്പോൾ ഓരോ കോഴ്സുകൾക്കും എത്ര വീതം സീറ്റുകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. സെൽഫ് ഫിനാൻസ് കോളേജിൽ ചില കോളേജുകളിൽ 15 സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഓരോ കോളേജ് അനുസരിച്ച് ആ ഒരു വേക്കൻസിയിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വേക്കൻസി നോക്കിയ ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളും കോളേജുകളും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകാൻ സാധിക്കില്ല. മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 27-ാം തീയതിയാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.